ഹായ്, ഇതേ ഒരാൾ മേക്കപ്പ് ഉണ്ടാ, മേക്കപ്പ് മൊത്തം കട്ടിലുമേലാക്കിയിട്ടുണ്ട്. ചിഞ്ചു രാവിലെ മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കിയ ആളാണ്. ഒരു ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ. ഹായ്. ഭയങ്കര വേടാണ് ഇപ്പോൾ, ഒരു സാധനം സമ്മതിക്കില്ല. ഹായ്. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അമ്മയില്ല, അമ്മയൊക്കെ മുംബൈക്ക് പോയിക്കുന്നതാണ്. എന്തിനാണ്? ഗുരുദേവഗിരി. അവിടെ ഗുരുദേവന്റെ പ്രതിഷ്ഠ. എന്താണ് സംഭവം? ഇപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നലെ അമ്മ ഇന്നലെയാണ് പോയത്. ഇന്നലെ രാവിലെ ഞാനും അച്ഛനും കൂടി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. 4 മണിക്ക് പോയി. അപ്പോൾ 4 മണിക്കായിരുന്നു എറണാകുളം സൗത്തിൽ നിന്നായിരുന്നു ട്രെയിൻ. അപ്പോൾ രാവിലെ അവിടെ കൊണ്ടുവിട്ടു. അതിനുശേഷം പിന്നെ ചിഞ്ചു തൽക്കാലികത്തേക്ക് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിഞ്ചു 2 ദിവസമായിട്ടുള്ള ജോലിക്ക് പോകുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അമ്മയില്ലാത്തതുകൊണ്ട് അവളുടെ നിന്ന് ജോലിക്ക് പോകണം. പിന്നെ അതുകൊണ്ട് ഇന്നലെ അവളോട് ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യമായിട്ടും അവൾക്ക് 2 ദിവസമായിട്ട് ജോലിക്ക് പോകുന്നതുകൊണ്ട് പകൽ സമയങ്ങളിൽ അവൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലെയാണെങ്കിൽ ശരിക്കും വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ എനിക്കിപ്പം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അത് കാരണം കൊണ്ട് വണ്ടിയില്ല. അപ്പോൾ ഇന്നലെ വണ്ടി കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് എപ്പോഴായിരുന്നു ഞാൻ പറഞ്ഞത് വണ്ടി കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് 2 മണിക്ക്. അപ്പോൾ രാവിലെ ആണെങ്കിൽ പാച്ചൂടുണ്ടല്ലോ. അപ്പോൾ പാച്ചു രാവിലെ സ്കൂളിൽ പോകണം. അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് വേണ്ടിയിട്ട് അവന് ഭക്ഷണം ഉണ്ടാക്കണം. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അവൾ ജോലിക്ക് പോയത് രാവിലെ തന്നെ. എന്നുവെച്ചാൽ അവനാണ് പിന്നെ ഞങ്ങളോടുള്ള ദോശയൊക്കെ ഉണ്ടത്. അവൻ സ്കൂളിൽ ബെല്ലടിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അത്. സ്കൂൾ പിന്നെ നമ്മുടെ 2 മതിലിനപ്പുറത്തെ മതിലാണ് സ്കൂളിൻ്റെ മതിൽ. അപ്പോൾ അത്രയും ദൂരേ ഉള്ളൂ. ഇവിടുന്ന് ബെല്ലടിക്കുന്നത് കേട്ടിട്ട് ഓടിയാൽ മതി. പിന്നെ അവനാണെങ്കിൽ കരിദോശ ഉണ്ടാക്കി. പിന്നെ അവനെ ഞാൻ വഴക്ക് പറഞ്ഞ് ഇന്നലെ രാവിലെ ഇവിടുന്ന് ഓടിച്ചത്. പിന്നെ സ്കൂളിൽ പോകേണ്ട സമയത്തല്ലേ, ആ സ്കൂളിൽ പോകുന്നതിന് ജസ്റ്റ് മിനിറ്റിലാണ് ഇടുന്നത്. ഇന്ന് അവനെ ഇറങ്ങിയപ്പോൾ തന്നെ ബെല്ല് അടിച്ച്. പക്ഷെ അവന് ഞാൻ കുറ്റം പറഞ്ഞെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കിയ ദോശ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വാവ പിന്നെ എന്താണെന്നറിയോ, വാവ അങ്ങോട്ട് അപ്പിയിട്ട് വാവ അങ്ങോട്ട് മെഴുകിപ്പോയി അപ്പിക്കകത്ത്. അജ്ജി നാണക്കേട് വാവ. എന്നിട്ട് പിന്നെ വാവേനെ പിന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഞങ്ങളുടെ വാവേനെ എടുത്ത് വെള്ളത്തിനകത്തൊക്കെ കൊണ്ടിട്ട് കുളിപ്പിച്ച്. അപ്പോൾ വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൊണ്ടുപോയി ഈ ബേസിനകത്ത് ഇരുത്തി കുളിപ്പിച്ച് ഒക്കെ റെഡിയാക്കിക്കൊണ്ടാണ് പിന്നെ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവൾ പറഞ്ഞു എന്നാൽ പൊക്കോ, വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊടുക്കാനായിട്ട് പൊക്കോ എന്നും പറഞ്ഞിട്ടിരുന്നുണ്ട്. അപ്പം പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു, അപ്പോഴത്തേക്ക് അവൾ എഴുന്നേറ്റോ, എന്താ സംഭവം അപ്പോഴത്തേക്കുണ്ടായി. പിന്നെ 2 പേരും കൂടെ നല്ല മാന്യമായിട്ട് കിടന്ന് ഉറങ്ങണമായിരുന്നു. അത് കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെ ഇന്നലെയും പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്നലത്തെയും കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചിഞ്ചു വന്ന് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം അങ്ങനോട്ട് പോയി. പിന്നെ ഇന്ന് രാവിലെ തന്നെ വണ്ടി കൊണ്ട് കൊടുക്കാന്ന് വെച്ചാൽ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അപ്പോൾ ഇന്ന് പാച്ചുകൂടെ ഉണ്ടല്ലോ. അപ്പോൾ കൊണ്ട് കൊടുക്കാന്ന് വെച്ച് രാവിലെ എല്ലാം റെഡി ആയിരുന്നു. പിന്നെ ചിഞ്ചു ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ ഇവളെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി അവളുടെ കാര്യങ്ങൾ ഇതാക്കിയിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് അറിയാം, ഇന്ന് ചിഞ്ചുവിന് ജോലിക്ക് പോകണ്ടായിരുന്നു. ഇന്ന് അവൾക്ക് രാവിലെ പോകാൻ വേണ്ടിയിട്ടുള്ള രാവിലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതാണ്. അത് പുതിയ ഇറക്കം കെട്ടിവെച്ച് പോകാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അപ്പോഴത്തേക്കും അവൾക്ക് ജോലിക്ക് ചെല്ലണ്ടായിരുന്നു, ഒരു മരിപ്പുണ്ടായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ പോകണ്ടാത്തതുകൊണ്ട് ഇതായി. അങ്ങനെയാണ് രാവിലെ വാവയ്ക്ക് മേക്കപ്പ് ചെയ്ത് ഇതാക്കിയത്. ആ മേക്കപ്പ് എല്ലാം എന്ത് കണ്ടില്ലേ, പടർത്തി എടുത്തവള്. എന്താണ് എന്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടാ. ഉറക്കം വരുന്നുണ്ടോ വാവയ്ക്ക്? അപ്പം ഇതാണ്. അപ്പം ഞങ്ങൾ മെയിനായിട്ട് പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്വരമോളം കൊണ്ട് ഇതുവരെ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് അങ്ങനെ കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ ലുലു മാളിൽ തന്നെ ആയിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും. എന്താണ് പറയട്ടെ കുഞ്ഞാവ ഷോപ്പിങ്ങിന് പോയ കാര്യം പറയട്ടെ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് പിന്നെ അവിടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു ലുലു മാള് ഒബ്രോൺ മാള് ഇങ്ങനെ ഏതോ ഒരു മാളിൽ ഈ ലക്കി ഡ്രോയിൽ ഇത് ചെയ്തേക്കുന്നൊരു കൂപ്പൺ നിങ്ങൾക്കാണ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ടൂർ പാക്കേജാണ്. അപ്പോൾ അത് പാക്കേജ് എന്നാണ് എന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് 6 ഡെസ്റ്റിനേഷൻ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ഡെസ്റ്റിനേഷനിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓഫറാണെന്ന് പറഞ്ഞു. 3 ദിവസത്തേക്ക് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓഫറാണ്. അപ്പം ഞാൻ വിചാരിച്ചു സന്തോഷമായല്ലേ, എന്തായാലും
നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ടൂറൊക്കെ പോകാനുള്ള പ്ലാൻ ചെയ്തൊക്കെ നിന്നപ്പോഴാണ് കുഞ്ഞുമാവ വന്നത്. പിന്നെ അതങ്ങോട്ട് ക്യാൻസലായി. ഇപ്പോൾ കുഞ്ഞുമാവങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഫാമിലിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനും സജനയുടെ പേരിലാണ് സംഭവം അടിച്ചിരിക്കുന്നത്. സജനയുടെ പേരാണ് അതിൽ വീണിരിക്കുന്നത്. അപ്പം കൂടെയുള്ള സജനയുടെ ഫാമിലിക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ, ഹസ്ബൻഡ്, കുട്ടികൾ, അങ്ങനെ 4 പേർക്ക്, 4-5 പേർക്ക്, കുട്ടികൾ എത്രയുണ്ടോ അത്രയും പേർക്ക്, അങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കൊള്ളാമല്ലോ, സൂപ്പർ ആയിരിക്കുമല്ലോ. അപ്പം കോവളം എവിടേക്കാണ്? പിന്നെ ഏതോ റിസോർട്ടിന്റെ പേര് പിന്നെ പൂനെ, കൊടൈക്കനാല്, കൊൽക്കത്ത, അങ്ങനെ. അപ്പൊ നമ്മള് അന്ന് ഈ സുദിയോയിലാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ സുദിയോയിൽ നിന്ന് ഞങ്ങൾ നേരെ കലൂരേക്ക് പിന്നെ വരണം. നമ്മുടെ ഓഫീസിൽ ചെന്നിട്ട് ഓഫീസിൽ നിന്ന് 2 പേരുടെ ഫോട്ടോ എടുത്ത് ഹെഡ് ഓഫീസിൽ എടുത്തു കൊടുത്ത് അവിടെ നിന്ന് അപ്രൂവൽ കിട്ടിയാലേ നമുക്ക് ഈ വൗച്ചർ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ ആലോചിച്ചു. ഞാൻ അമ്മ ഇന്നേരം കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മയോടും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അമ്മ പറഞ്ഞ് കൊള്ളാമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ പോയത് കളക്ട് ചെയ്യും, അപ്പം നിങ്ങൾക്ക് പോകണമെങ്കിൽ വേറെ ആർക്കെങ്കിലും പോകാമല്ലോ എന്ന്. ഞങ്ങൾ വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയുമോ, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇല്ല, നിങ്ങൾക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ഫോട്ടോ എടുത്ത് അങ്ങനെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇത് സംഭവം നമ്മൾ കേട്ടപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ ഈ സൺഡേ അന്ന് എന്തോ ഒരു പ്രോഗ്രാം എറണാകുളത്ത് നടക്കണ്ടായിരുന്നു. അപ്പോൾ എറണാകുളം വരാതെ ഞങ്ങൾ വീട്ടിലേക്ക് വരാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ തിരക്കെല്ലാം വിളിച്ച് കലൂർ അവരുടെ ഓഫീസിൽ വന്ന്, വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ഇല്ലാത്ത സ്ഥലമാണ്. അവിടെ വന്ന് പോലീസുകാരോട് കാര്യമൊക്കെ പറഞ്ഞ് വയ്യ സുഖമില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ അവർ പറയുന്നത് നമുക്കവിടെ 3 ദിവസം താമസിക്കാനുള്ളത് മാത്രമേ തരുള്ളൂ. അത് ഗോവയിലാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വണ്ടിക്കൂലി മുടക്കി ഗോവയിൽ ചെന്ന് അവർ തരുന്ന റൂമിനകത്ത് 3 ദിവസം താമസിക്കാം. നമുക്ക് ഫുഡും ഇല്ല, വേറെ ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് നമുക്കിതൊന്നും സംഭവം സെറ്റായില്ലെന്നുണ്ടെങ്കിൽ എന്താണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കുറേ ആലോചിച്ചു, എന്താണ് ഇവർ ഇങ്ങനെ ഒരു സംഭവം. ഇത് സംഭവം നമ്മളോട് ഫോണിൽ ഇങ്ങനെ ഇതില്ലാന്നുണ്ടെന്ന് പറയുമായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ഓഫീസിൽ തപ്പി പോകില്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് നമ്മളവിടെ ചെന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളെന്താ പറഞ്ഞ് ഈ ഒരു സങ്കടം പോലെ പോയി എന്ന് ഇത്രയും ചെന്നിട്ട്. പിന്നെ ഞങ്ങളെന്താ ചെയ്ത്, ശരി ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോന്നു. പിന്നെ വേറെ അവിടെ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. കാരണം നമ്മുടെ സമയം അത്രയും പോയി. അത് അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്നിട്ട് രാത്രി ആയിരിക്കും. അതും കംപ്ലീറ്റ് ബ്ലോക്കിലാണ്ട് പെട്ടുപോയി. ഞങ്ങളൊരു വിധം ഇറങ്ങി നീങ്ങി ഇവിടെ വന്നു. ഞങ്ങളാണെങ്കിൽ ശരിക്കും ഫാസ്റ്റാഗ് വണ്ടിക്ക് ഇവളുടെ പേരിൽ ഫാസ്റ്റാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വണ്ടിക്ക് നമ്മുടെ ഇവളുടെ പേരിൽ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് കിട്ടിയ ആനുകൂല്യങ്ങളിൽ ലാസ്റ്റ് ആയിരുന്നു അത്. 4 ആനുകൂല്യം കിട്ടി. അതിന് 4ാമത്തെ ആയിരുന്നു ഫാസ്റ്റാഗ്. അപ്പോൾ ഫാസ്റ്റാഗ് ഇഷ്യൂ ചെയ്ത ദിവസം ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ കുറേ ലേറ്റായി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ലേറ്റായിട്ടാണ് അത് കിട്ടിയത്. അപ്പോൾ ഫാസ്റ്റാഗും കൂടി ഒട്ടിക്കണമായിരുന്നു. അതും ഈ പറഞ്ഞതുമാതിരി നേരെ അവരുടെ ഓഫീസിൽ ചെന്ന് അവർ തന്നെ നേരിട്ടേ നമുക്ക് അത് പതിച്ച് തരുള്ളൂ. ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്തു തരുള്ളൂ. അപ്പോൾ ഫാസ്റ്റാഗ് നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ നിർത്തി. പിന്നെ എറണാകുളം വഴി വന്നപ്പോൾ പിന്നെ നമ്മുടെ ടോളുണ്ട്. അവിടെ പൊതുവേ നമ്മളുടെ ഈ നാട്ടുകാരായതുകൊണ്ട് നമുക്ക് ടോളില്ല. പിന്നെ എങ്കിലും നമ്മൾ ഫാസ്റ്റാഗ് പതിച്ചതിൻ്റെ പേരിൽ ആ ടോൾ വഴി ഒന്ന് പോയി. ടോള് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. വളരെ ഫാസ്റ്റായിരുന്നു ഫാസ്റ്റാഗ്. അങ്ങനെ അന്നത്തെ വീട്ടിലെത്തി. അപ്പോൾ ഞാനിതിപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാനിങ്ങനെ ഇത് തിരക്കിയപ്പോഴത്തേക്ക് ഇത് ഇവരുടെ ഒരു ബിസിനസ് ട്രിക്കാണെന്നാണ് ഞാനത്. അതായത് ഈ റിസോർട്ടുകളിൽ കാര്യങ്ങളിലൊക്കെ ആൾക്കാർ കുറയണ സമയത്ത് നമ്മളിതുപോലെ മാളുകളിലൊക്കെ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നിസ്സാര എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചാലും മതി. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോൺ നമ്പറും പേരും അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ലക്കിട്ടോ പോലൊരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് അതിലേക്ക് ഒരു ഫോൺ നമ്പറും പേരും എഴുതി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ നറുക്കെടുപ്പിലൂടെയൊന്നുമല്ല, അവർ ഒരു കുറച്ച് ആൾക്കാരെ ബൾക്കായിട്ട് തിരഞ്ഞെടുത്തിട്ട് അവരിതുപോലെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു ഓഫീസിൽ, ചെറിയൊരു ഓഫീസാണ് ഞാൻ പോയത്. ഓഫീസ് ടൂറിസ്റ്റ് ട്രാവൽസിൻ്റെ ഓഫീസ് തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ അവർ ഇങ്ങനെ ഇത്ര പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെല്ലാം വിളിച്ചിട്ട് അവരോടെല്ലാം സംഭവങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഉണ്ടോ, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം ഇവർ ആ റിസോർട്ടിലേക്ക് ഇവർ ആൾക്കാരെ അതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നല്ലൊരു ചിലവ് നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക്, അതാണ് അവരുടെ ഒരു ബിസിനസ്. അവിടെ ചെന്ന് നമുക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ റൂം എടുക്കുമല്ലോ. അപ്പോൾ ആ റൂം നമുക്ക് അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്കിങ്ങനെ ഞാൻ 1-2 പേരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറയണത് എങ്ങനെയാണ്, നമുക്ക് നേരത്തെ ഇതുപോലൊരു കോള് വന്നിട്ടുണ്ട് എന്നൊക്കെ എൻ്റെ 1-2 സുഹൃത്തുക്കൾ പറഞ്ഞു. അപ്പോൾ സംഭവം ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അറിവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പറയണേ. സംഭവം അന്നേരം വരെ ഞങ്ങളിങ്ങനെ ആയിരിക്കും നല്ലതായിരുന്നു, ചീത്തയായിരുന്നു, പോകണമായിരുന്നു, വേണ്ടായിരുന്നു, ഇത്രയും ഡെസ്റ്റിനേഷനൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഇത്ര റിസോർട്ട് എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമുക്ക് വലിയ താല്പര്യം തോന്നിയത്. പക്ഷേ നമ്മൾ പോയിട്ട് പിന്നെ എങ്ങനെ നമ്മൾ അതും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് 2 ആൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഞാനത് എൻ്റെ സഹജന ഫാമിലി, അതായത് ഞങ്ങളിപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ 3-4 ഉള്ളൂ. ഞങ്ങൾക്ക് 3 ആൾക്ക് എങ്ങനെ പോകുന്നത്? വാവേനെ കൊണ്ട് ഈ വാവേന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫാമിലി ഇപ്പോൾ ഞാനും വാവേനും അവൾ മാത്രമല്ല ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് തന്നെ ടൂർ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ ടൂർ പോകാൻ വേണ്ടിയിട്ട്
അപ്പോൾ വീണ്ടും വാവ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതങ്ങനെ ബ്ലോക്കായി. പിന്നെ ഈ 1 ഇയറിനിടയ്ക്ക് അവർക്ക് പോയാൽ മതി എന്നാണ് അവരുടെ ഇതിൽ പറയണത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് പറയണേ, എന്തായാലും ഇത് സത്യമാണോ ഉള്ളതാണോ എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയത്തില്ല. അതന്നെയാണ് മെയിൻ ഇതിനകത്തൊരു വിഷയം വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ 4 പേര് ഇവിടെ ഞങ്ങൾ 3 പേരും കൂടെ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. ചിഞ്ചുവിന് 2 ദിവസം കൂടെ വർക്കുണ്ട്. അപ്പോൾ ഇനി 2 ദിവസം പോയിട്ട് വരും. ബാക്കി ഉറക്കം വരുന്നില്ല, നല്ല ഉറങ്ങാം കേട്ടോ. അതെ, ഒരു ബായ് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തത്. സംഭവം ഞങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം കിട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച എന്തോ വലിയ സംഭവമായിരിക്കാം ഇത്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുത്തപ്പോഴാണ് അയ്യടാ ഇതൊരു സംഭവം ഇതാണല്ലോ, ഒരു ബിസിനസ് ആണല്ലോ ഇതും. ശരിയാണ്. ഓക്കെ, അപ്പോൾ ബാവേ ഉറക്കം വരുന്നുണ്ട് ബാക്കി നല്ല കേട്ടോ. അതേ മേക്കപ്പ് ഒക്കെ കണ്ടോ, രാവിലെ ചിഞ്ചു മേക്കപ്പ് ചെയ്തിട്ടതാണ് ഒക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ബാഗ് എടുത്തേ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ സന്തോഷത്തിലാണ്. ഹാപ്പി ലൈഫ്.